15 മാസം പിന്നിട്ട യുദ്ധത്തിന് വിരാമം. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഇന്ന് മോചിപ്പിക്കുന്ന 3 ബന്ദികളുടെ വിവരങ്ങൾ ഹമാസ് ഇസ്രയേലിന് കൈമാറിയതോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. 3 വനിതകളുടെ പേരുകളാണ് ഹമാസ് കൈമാറിയത്. കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 33 ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന് ആരോപിച്ച് ഇസ്രയേൽ വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറിയിരുന്നു. ഞായറാഴ്ച പ്രാദേശിക സമയം 8:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് മധ്യസ്ഥരായ ഖത്തർ നേരത്തെ അറിയിച്ചിരുന്നത്. പിന്നീട് 2 മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് ഇപ്പോൾ ബന്ദികളുടെ പേരുകൾ മധ്യസ്ഥരായ ഖത്തർ മുഖേന ഹമാസ് കൈമാറിയത്. പിന്നാലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു. അമേരിക്കൻ പൗരനടക്കം 3 ബന്ദികളെ ഹമാസ് ശനിയാഴ്ച മോചിപ്പിച്ചു. പകരം 183 പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയച്ചു. ശനിയാഴ്ച പ്രാദേശിക സമയം 8:30 യാർഡൻ ബിബാസ്, ഫ്രഞ്ച് വംശജനായ ഓഫർ കാൽഡറോൺ എന്നിവരെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയത്. 2.5 മണിക്കൂറിന് ശേഷം അമേരിക്കൻ പൗരനായ കെയ്ത്ത് സീഗലിനെയും വിട്ടു നൽകി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം 4ാമത്തെ ബന്ദി കൈമാറ്റമാണിത്. യാർഡൻ ബിബാസിന്റെ 9 മാസം പ്രായമുള്ള മകളായിരുന്നു ഹമാസ് ബന്ദിയാക്കിയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി.